നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ജില്ലകളെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യേക PSC ചോദ്യോത്തര സീരീസിലെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപത്തെ എപ്പിസോഡുകളിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചുകഴിഞ്ഞു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അക്ഷരനഗരി എന്നും സഖാക്കളുടെ നാടെന്നും തടാകങ്ങളുടെയും മനോഹരമായ മലനിരകളുടെയും നാട് എന്നും അറിയപ്പെടുന്ന കോട്ടയം ജില്ലയെക്കുറിച്ചാണ്. PSC, SSC തുടങ്ങിയ പരീക്ഷകളിൽ കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം പതിവ് പോലെ 50ാമത്തെ ചോദ്യം നിങ്ങൾക്കുത്തരം പറയാനായുള്ളതാണ്. അതിന്റെ ഉത്തരം താഴെ കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വൈകാതെ തന്നെ കോട്ടയം ജില്ലയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1. കോട്ടയം ജില്ല നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1949 ജൂലൈ 1. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാന രൂപീകരണ വേളയിൽ നിലവിൽ വന്ന ആദ്യത്തെ 4 ജില്ലകളിൽ ഒന്നാണ് കോട്ടയം. 2. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം ഏതാണ്? ഉത്തരം കോട്ടയം. 1989 ജൂൺ 25-നാണ് കോട്ടയം നഗരത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരമായി പ്രഖ്യാപിച്ചത്. 3. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏതാണ്? ഉത്തരം എറണാകുളം. എന്നാൽ ആദ്യമായി സാക്ഷരത കൈവരിച്ച നഗരം കോട്ടയമാണ്. 1991-ൽ കോട്ടയം ജില്ലയും സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു. 4. അക്ഷരനഗരി, ചുവർച്ചിത്ര നഗരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നഗരമേതാണ്? ഉത്തരം കോട്ടയം. നിരവധി പ്രസാധകശാലകളുടെയും പത്രസ്ഥാപനങ്ങളുടെയും കേന്ദ്രമായതിനാലും ചരിത്രപരമായ പ്രാധാന്യമുള്ളതിനാലുമാണ് കോട്ടയത്തെ അക്ഷരനഗരി എന്ന് വിളിക്കുന്നത്. 5. കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സായ CMS പ്രസ് EMS പ്രസ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി. 1821-ൽ കോട്ടയത്ത് സ്ഥാപിച്ച ഈ പ്രസ്സിൽ നിന്നാണ് ആദ്യമായി മലയാളം പുസ്തകങ്ങൾ അച്ചടിച്ചു തുടങ്ങിയത്. 6. കോട്ടയം ജോൺ എന്നറിയപ്പെടുന്ന ബെഞ്ചമിൻ ബെയ്ലി ഇറക്കിയ ആദ്യ മലയാള ദിനപത്രം ഏതാണ്? ഉത്തരം ജ്ഞാനനിക്ഷേപം. 1848-ൽ കോട്ടയത്തുനിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച ജ്ഞാനനിക്ഷേപമാണ് കേരളത്തിലെ ആദ്യത്തെ മാസിക പത്രം. 7. മലയാള മനോരമ പത്രം സ്ഥാപിച്ച വർഷം ഏതാണ്? ഉത്തരം 1888. ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയത് 1890 മാർച്ച് 22. കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ പ്രമുഖ പത്രസ്ഥാപനം സ്ഥാപിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. 8. ഇന്ത്യയിലെ ആദ്യത്തെ പ്രസാധക സഹകരണ സംഘമായ SPCS ഓഫ് സാഹിത്യപ്രവർത്തക സഹകരണ സംഘം സ്ഥാപിതമായതെവിടെയാണ്? ഉത്തരം കോട്ടയം. 1945. എഴുത്തുകാരുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ഈ പ്രസാധക പ്രസ്ഥാനം പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചു. 9. തണ്ണീർമുക്കം ബണ്ട് കോട്ടയം ജില്ലയെ ഏത് ജില്ലയുമായാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരം ആലപ്പുഴ. വേമ്പനാട്ട് കായലിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി നിർമ്മിച്ച ഈ ബണ്ട് കോട്ടയത്തെ വെച്ചൂരിനെയും ആലപ്പുഴയിലെ തണ്ണീർമുക്കത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. 10. കേരളത്തിൽ റബ്ബർ ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? ഉത്തരം കോട്ടയം. ഇന്ത്യൻ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. 11. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തെ ഏത് സ്ഥലത്താണ്? ഉത്തരം കഞ്ഞിക്കുഴി. 1947-ൽ രൂപീകരിച്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനമാണിത്. 12. കുമാരനല്ലൂർ ഏത് ദേവതയുടെ പ്രതിഷ്ഠയ്ക്കാണ് പ്രസിദ്ധി നേടിയത്? ഉത്തരം ഭഗവതി സരസ്വതി സങ്കല്പം. തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമുള്ള പ്രശസ്തമായ ദേവീക്ഷേത്രമാണിത്. 13. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1924 മാർച്ച് 30. ക്ഷേത്രവീഥികളിലൂടെയുള്ള സഞ്ചാരസ്വാതന്ത്ര്യത്തിനായി AK ഗോപാലൻ, TK മാധവൻ, കേളപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ സത്യാഗ്രഹമാണിത്. 14. വൈക്കം സത്യാഗ്രഹത്തിന്റെ സന്ദേശവുമായി മധുരയിൽ നിന്ന് എത്തിച്ചേർന്ന പ്രമുഖ തമിഴ് നേതാവ് ആരാണ്? ഉത്തരം EV രാമസ്വാമി നായ്ക്കർ, പെരിയോർ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം വരിച്ച അദ്ദേഹത്തെ വൈക്കം വീരൻ എന്ന് വിശേഷിപ്പിക്കുന്നു. 15. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ നയിച്ചത് ആരാണ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. വൈക്കത്തുനിന്നും തിരുവനന്തപുരത്തേക്ക് സഞ്ചരിച്ച് മഹാറാണിക്ക് നിവേദനം നൽകാനാണ് സവർണജാഥ സംഘടിപ്പിച്ചത്. 16. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പ്രശസ്തമായ സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പനച്ചിക്കാട്. നവരാത്രി വിദ്യാരംഭത്തിന്
ആയിരക്കണക്കിന് ഭക്തരെത്തുന്ന പ്രശസ്തമായ ക്ഷേത്രമാണിത്. 17. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ കുമാരകം ഏത് കായലിന്റെ തീരത്താണ് സ്ഥിതിചെയ്യുന്നത്? ഉത്തരം വേമ്പനാട്ട് കായൽ. നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ ലോകത്തിൽ വച്ച് സന്ദർശിക്കേണ്ട 50 പ്രധാന സ്ഥലങ്ങളിലൊന്നായി കുമാരകത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 18. കുമാരകം പക്ഷിസങ്കേതം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരൻ ആരാണ്? ഉത്തരം ആൽഫ്രഡ് ജോർജ് ബേക്കർ എ.ജി. ബേക്കർ. ബേക്കർ ബംഗ്ലാവ് സ്ഥിതിചെയ്യുന്ന ഈ പ്രദേശം പിന്നീട് പക്ഷിസങ്കേതമായി മാറുകയാണുണ്ടായത്. 19. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ബൈ മലനിര ഏതാണ്? ഉത്തരം ഇല്ലിക്കൽ കല്ല്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3400 അടി ഉയരത്തിൽ ഈരാറ്റുപേട്ടയ്ക്ക് സമീപം സ്ഥിതമായ പ്രകൃതിരമണീയമായ വിനോദസഞ്ചാര കേന്ദ്രമാണിത്. 20. പ്രശസ്തമായ വാഗമൺ ഹിൽ സ്റ്റേഷൻ ഏതെല്ലാം ജില്ലകളുടെ അതിർത്തിയിലാണ് വ്യാപിച്ചുകിടക്കുന്നത്? ഉത്തരം കോട്ടയം, ഇടുക്കി. കോട്ടയത്തെ ഈരാറ്റുപേട്ട വഴിയാണ് വാഗമണ്ണിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്. 21. തഴത്തങ്ങാടി ജുമാ മസ്ജിദ് സ്ഥിതിചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം മീനച്ചിലാർ. 1000-ലധികം വർഷം പഴക്കമുള്ളതും തനതു കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചതുമായ പ്രശസ്തമായ പള്ളിയാണിത്. 22. കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ്? ഉത്തരം മീനച്ചിലാർ. അരുന്ധതി റോയിയുടെ ബുക്കർ സമ്മാനം നേടിയ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ദ ഗാഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൽ വിവരിക്കുന്ന ആയ്മനം ഗ്രാമവും മീനച്ചിലാറും കോട്ടയത്താണ്. 23. അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് നോവലിന്റെ പശ്ചാത്തലമായ ഗ്രാമം ഏതാണ്? ഉത്തരം ഐമനം. കോട്ടയം നഗരത്തിന് സമീപമുള്ള പ്രകൃതിരമണീയമായ ഗ്രാമമാണിത്. 24. പ്രശസ്തമായ എരുമേലി പേട്ടതുള്ളൽ ഏത് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ശബരിമല തീർത്ഥാടനം. മഹിഷാസുരമർദ്ദനത്തിന്റെ ഓർമ്മ പുതുക്കി കന്നി അയ്യപ്പന്മാർ തുള്ളുന്ന പരമ്പരാഗത ആചാരമാണിത്. 25. വാവരു പള്ളി സ്ഥിതിചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം എരുമേലി, കോട്ടയം. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായ ഈ പള്ളി സന്ദർശിച്ച ശേഷമാണ് അയ്യപ്പഭക്തർ ശബരിമലയിലേക്ക് പോകുന്നത്. 26. മഹാത്മാഗാന്ധി സർവകലാശാല എം.ജി. യൂണിവേഴ്സിറ്റി സ്ഥിതിചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അതിരമ്പുഴ, കോട്ടയം. 1983 ഒക്ടോബർ 2-നാണ് എം.ജി. സർവകലാശാല സ്ഥാപിതമായത്. 27. തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമായ ഭരണങ്ങാനം ഏത് വിശുദ്ധയുടെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വിശുദ്ധ അൽഫോൻസാമ. ഇന്ത്യയിൽ നിന്ന് കത്തോലിക്കാ സഭ വിശുദ്ധയായി പ്രഖ്യാപിച്ച ആദ്യത്തെ ഭാരതീയ വനിതയാണ് വിശുദ്ധ അൽഫോൻസാമ. 28. അരുവിത്തുറ പള്ളി ഏത് താലൂക്കിലാണ് സ്ഥിതിചെയ്യുന്നത്? ഉത്തരം മീനച്ചിൽ താലൂക്ക്, ഈരാറ്റുപേട്ട. വിശുദ്ധ ഗീവർഗീസിന്റെ നാമധേയത്തിലുള്ള പ്രസിദ്ധമായ പുരാതന തീർത്ഥാടന കേന്ദ്രമാണിത്. 29. തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും തെക്കുംകൂറിലെ രാജാവും തമ്മിൽ നടന്ന കോട്ടയം യുദ്ധം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1750. ഈ യുദ്ധത്തോടെ തെക്കുംകൂർ രാജ്യം തിരുവിതാംകൂറിന്റെ ഭാഗമായി മാറി. 30. പ്രശസ്തമായ ചങ്ങനാശ്ശേരി വിപണി വികസിപ്പിച്ചത് ആരാണ്? ഉത്തരം വേലുത്തമ്പി ദളവ. 1805-ൽ ചങ്ങനാശ്ശേരിയിൽ 5 വിളക്കും ചന്തയും സ്ഥാപിച്ചുകൊണ്ട് വാണിജ്യകേന്ദ്രമായി ഉയർത്തിയത് വേലുത്തമ്പി ദളവയാണ്. 31. NSS നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം ഏതാണ്? ഉത്തരം 1914 ഒക്ടോബർ 31. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ പെരുന്നയിലാണ് ചങ്ങനാശ്ശേരി NSSന്റെ ആസ്ഥാനം പ്രവർത്തിക്കുന്നത്. 32. മന്നത്ത് പത്മനാഭന്റെ സ്മരണ നിലനിൽക്കുന്ന പെരുന്ന സ്ഥിതിചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ചങ്ങനാശ്ശേരി, കോട്ടയം. 33. കോട്ടയം ജില്ലയിലെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 5 താലൂക്കുകൾ. കോട്ടയം, ചങ്ങനാശ്ശേരി, വൈക്കം, മീനച്ചിൽ, പാല, കാഞ്ഞിരപ്പള്ളി എന്നിവയാണവ. 34. പ്രശസ്ത സിനിമാ നാടക നടനായ ഭരത് ഗോപിയുടെ ജന്മദേശം എവിടെയാണ്? ഉത്തരം കുമാരനല്ലൂർ, കോട്ടയം. 35. പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലിം അലി പക്ഷികളുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ച സ്ഥലം ഏതാണ്? ഉത്തരം കുമാരകം പക്ഷിസങ്കേതം. 36. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതിചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഇലവീഴ പൂഞ്ചിറ സ്ഥിതിചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മേലുകാവ്, കോട്ടയം ഇടുക്കി അതിർത്തി. മരങ്ങളില്ലാത്തതിനാൽ ഇലകൾ വീഴാത്ത ചിറ എന്ന അർത്ഥത്തിലാണ് ഇതിന് ഇലവീഴ പൂഞ്ചിറ എന്നു പേരുവന്നത്. 37. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം ഗ്രാമങ്ങളിൽ ഒന്നായ മണർകാട് ഏത് ക്ഷേത്രത്തിനും പള്ളിക്കുമുള്ള പ്രശസ്ത കേന്ദ്രമാണ്? ഉത്തരം മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ.
8 നോമ്പ് പെരുന്നാൾ. 38. കോട്ടയം ജില്ലയിലെ പ്രധാന അണക്കെട്ട് ബൈ ജലസേചന പദ്ധതി ഏതാണ്? ഉത്തരം മണിമലയാർ ആൻഡ് മീനച്ചിലാർ തടങ്ങളിലെ കുടിവെള്ള ജലസേചന പദ്ധതികൾ. കോട്ടയം ജില്ലയിൽ വലിയ ജലവൈദ്യുത അണക്കെട്ടുകൾ ഇല്ല എന്ന പ്രത്യേകതയുമുണ്ട്. 39. കേരളത്തിലെ ആദ്യത്തെ ലോട്ടറി ടിക്കറ്റ് പുറത്തിറക്കിയ സാമ്പത്തിക മന്ത്രി ആരാണ്? ഉത്തരം പി.കെ. കുഞ്ഞ് 1967. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ധനമന്ത്രിയായിരുന്ന പാലാ കെ.എം. മാണിയുടെ ജന്മദേശം കോട്ടയത്തെ പാലായാണ്. 40. പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ ഉള്ളൂർ എസ്. പരമേശ്വരയ്യർ ചങ്ങനാശ്ശേരിയിൽ ഏത് തസ്തികയിലാണ് സേവനമനുഷ്ഠിച്ചത്? ഉത്തരം മജിസ്ട്രേറ്റ്, തഹസീൽദാർ. തിരുവിതാംകൂർ സർവീസിൽ പ്രമുഖ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അദ്ദേഹം. 41. കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശൂരാണെങ്കിൽ കേരള ലളിതകലാ അക്കാദമിയുടെ ചുവർച്ചിത്ര പഠനകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം വൈക്കം, കോട്ടയം. ചുവർച്ചിത്ര കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന കേന്ദ്രമാണിത്. 42. തളിയിൽ കോട്ടയം ക്ഷേത്രം ഏത് രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു? ഉത്തരം തെക്കുംകൂർ രാജവംശം. കോട്ടയത്തിന്റെ പുരാതന ഭരണകേന്ദ്രമായിരുന്നു തളിയിൽ കോട്ട. 43. കേരളത്തിൽ ഏറ്റവുമധികം ലേറ്ററൈറ്റ് വെട്ടുക്കല്ല് നിക്ഷേപമുള്ള പ്രദേശങ്ങളിൽ ഒന്നായ കോട്ടയത്തെ പ്രധാന വ്യവസായ കേന്ദ്രം ഏതാണ്? ഉത്തരം വെള്ളൂർ ഓഫ് എച്ച്.എൻ.എൽ ന്യൂസ്പ്രിന്റ് ഫാക്ടറി. കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് KPPL സ്ഥിതി ചെയ്യുന്നത് വെള്ളൂരിലാണ്. 44. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനമായ ദേവലോകം അരമന സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കോട്ടയം. 45. കോട്ടയത്തെ പാലായിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ പ്രവേശന പരീക്ഷാ പരിശീലന കേന്ദ്രം ഏതാണ്? ഉത്തരം ബ്രില്യന്റ് സ്റ്റഡി സെന്റർ, പാല. 46. അരുവിക്കുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഏത് സ്ഥലത്താണ്? ഉത്തരം പാമ്പാടിക്ക് സമീപം പള്ളിക്കത്തോട്. റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു നാടൻ വെള്ളച്ചാട്ടമാണിത്. 47. കുമാരനല്ലൂർ കാർത്തിക ആഘോഷം ഏത് മലയാള മാസത്തിലാണ് നടക്കുന്നത്? ഉത്തരം വൃശ്ചികമാസം. വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക നാളിലാണ് പ്രസിദ്ധമായ കുമാരനല്ലൂർ തൃക്കാർത്തിക ദർശനം നടക്കുന്നത്. 48. കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയാണെങ്കിൽ തെക്കിന്റെ വാരാണസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഉത്തരം തിരുനക്കര മഹാദേവ ക്ഷേത്രം, കോട്ടയം നഗരം. തെക്കുംകൂർ രാജാവ് നിർമ്മിച്ച പ്രശസ്തമായ ശിവക്ഷേത്രമാണിത്. 49. തിരുനക്കര അമ്പലത്തിലെ പ്രശസ്തമായ സാഹിത്യ സാംസ്കാരിക ഉത്സവം ഏതാണ്? ഉത്തരം തിരുനക്കര ആറാട്ട്. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ ഉത്സവം കോട്ടയത്തിന്റെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ്. 50. 50-ാമത്തെ ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ളതാണ്. ചോദ്യം: വൈക്കം മുഹമ്മദ് ബഷീർ കോട്ടയംകാരനല്ലെങ്കിലും വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലഭിച്ച അപരനാമം എന്തായിരുന്നു? അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹം നടന്ന വൈക്കം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൃത്യമായി അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുമല്ലോ. അപ്പോൾ കോട്ടയം ജില്ലയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 PSC ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 50-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തി എല്ലാവരും കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ കേരള ഡിസ്ട്രിക്ട് സീരീസിലെ അടുത്ത 6-ാമത്തെ എപ്പിസോഡിൽ പുതിയൊരു ജില്ലയുടെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. തുടർന്നും നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെൽ ഐക്കൺ അമർത്തുക. നന്ദി.